ഞങ്ങളുടെ പഴയ ആഗ്രഹങ്ങൾ കുത്തിപ്പോയി തുടങ്ങുമ്പോൾ നമുക്ക് തോന്നില്ല നമുക്കിത് പറ്റുമോ എന്നുള്ളത്. കാരണം ആകെ ടെൻഷനായിരുന്നു, എങ്ങനെയാണാവോ എന്താവോ എന്നൊക്കെ. അപ്പൊ ഞാനൊരു ഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കുറെ പേര്, ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തേ, ഇത് കൊള്ളാലോ. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ ടേസ്റ്റ് മറ്റുള്ളവർക്ക് ഇഷ്ടാവുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ഓൺലൈൻ പേജിൽ ഞാനിങ്ങനെ റെഡിമെയ്ഡ് കുർത്താസ് പർച്ചേസ് ചെയ്ത് ഞാൻ സെയിൽ ചെയ്യായിരുന്നു. പേഴ്സണലി എനിക്ക് എൻ്റെതായ ടേസ്റ്റിലുള്ള ഐറ്റംസ് എനിക്ക് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല നമ്മുടെ പാറ്റേൺസ് സ്റ്റിച്ച് ചെയ്ത് അത് ഇറക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എറണാകുളം മാർക്കറ്റിൽ പോയിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യും, വരും, ഞാൻ തന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കും, ഓൺലൈൻ പേജിൽ ഇടും, അങ്ങനെ അത് ചെയ്തിരുന്നേ. പക്ഷെ അത് പോരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് അങ്ങനെ അവിടെ നിർത്തി. പിന്നീട് അനീതിയായിട്ടുള്ള ഒരു കോൺവെർസേഷന്റെ ഇടയിലാണ് അവൾക്കും അവളുടെ ജോലിയും എടുത്തായിരുന്നു. അക്കൗണ്ട്സ് ഒരു 4-5 കൊല്ലം വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ അതിന്റെ പ്രഷർ താങ്ങാൻ വയ്യാണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, തയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു പാഷൻ എനിക്ക് ഓൾറെഡി ഉണ്ട്, തയ്ക്കണം, അങ്ങനത്തെ ഒരു ഇത് തുടങ്ങണം. അപ്പുറത്തെ സൈഡിലെ ചേച്ചിയും ആ ഒരു മൈൻഡിൽ തന്നെയായിരുന്നു, നമുക്ക് രണ്ടാൾക്കും തുടങ്ങിയാലോ എന്നുള്ള ഒരു കോൺവെർസേഷൻ വന്നു. അപ്പൊ ഞാൻ പിന്നെ ധൈര്യമായിട്ട് അതിന്റെ റിസൈൻ ഇട്ടു. അപ്പൊ ഞങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് ഇന്ന കോഴ്സൊക്കെ പഠിക്കണം, ഇന്നതൊക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോഴാണ് സ്കിൽ ഹാരയിലേക്ക് ഞങ്ങൾ എത്തിയത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അപ്രോച്ച് ആണ് നമുക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ഫ്രണ്ട്സ് പഠിപ്പിച്ചില്ലേ, ആ ഒരു പോലെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ മിസ്സിനോട് പറയും, മിസ്സേ ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടിക്ക് തുടങ്ങാനാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് എന്നൊക്കെ പറയുമ്പോൾ മിസ്സ് തന്നെ ഞങ്ങൾക്ക് അപ്പോഴേ പറഞ്ഞു തന്നു, ഇന്ന രീതിക്കൊക്കെ ചെയ്യേണ്ടി വരും, ഇന്ന കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അങ്ങനെ ഓരോന്ന് അപ്പോഴേ ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതൊക്കെ അപ്പോഴേ റിസർച്ച് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു, അതുകൊണ്ട് വലിയ കോണ്ടാക്റ്റുകളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായിട്ടില്ല. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് 2-3 വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി. അപ്പൊ ഞങ്ങൾ ഇത് മിസ്സിന് കാണിച്ചു കൊടുത്തു ചെയ്തത്. അപ്പൊ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കും ഇഷ്ടമായി. അവരെ വഴി നമുക്ക് വേറെ വർക്കും വന്നായിരുന്നു. മിസ്സാണ് ഞങ്ങൾക്ക് ഒരു ചോട്ടുപായുടെ നമ്പർ തന്ന് ഞങ്ങൾ ആളായിട്ട് കോൺടാക്ട് ചെയ്ത്. ഇപ്പൊ കുറച്ച് പയ്യന്മാർ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അവര് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അതൊരു യൂണിറ്റ് ആയിട്ട് വലിയ രീതിയിൽ വളർത്തണം. ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കൊരു സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു കോൺഫിഡൻസ്.